ഫൈൻ ബിൽഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം മലയങ്കീഴിനടുത്തായി മച്ചേലിൽ 10ഓളം വീടുകളുള്ള ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ്. ഇവിടെ നിന്ന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് 12 കിലോമീറ്ററും മലയങ്കീഴ് ജംഗ്ഷനിലേക്ക് 2.5 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. ഇവിടെ 4.6 സെന്റിൽ 3 ബെഡ്റൂമുകളുള്ള ഒരു 1150 സ്ക്വയർ ഫീറ്റ് വീട് വിൽപ്പനയ്ക്കായി വന്നിട്ടുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന വില 47 ലക്ഷം രൂപയാണ്. വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. നമുക്കിനി വീടിന്റെ കാഴ്ചകൾ കണ്ടു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ നൽകിക്കൊണ്ടാണ് ഇവിടുത്തെ ഗേറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. GI സ്ക്വയർ ട്യൂബിലാണ് ഗേറ്റ് നൽകിയിരിക്കുന്നത്. രണ്ട് സൈഡിലേക്കും സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഇവിടുത്തെ ഗേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ മുറ്റം മുഴുവനും നമുക്ക് ഇന്റർലോക്കാണ് നൽകിയിരിക്കുന്നത്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഇവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ വീടിന്റെ 2 സൈഡിൽ നമുക്ക് ഗാർഡൻ ഏരിയ നൽകിയിട്ടുണ്ട്. ഒരു കണ്ടംപററി സ്റ്റൈൽ വീടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പിന് നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. വലിയ സ്റ്റെപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ 4x2 വെട്രിഫൈഡ് ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ക്ലാഡിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഫാൻസി ലൈറ്റും സിമ്പിൾ ആയിട്ടുള്ള ഒരു സീലിംഗ് വർക്കൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പോൾ പ്ലാവാണ് മുഴുവനായിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ ബാക്കിയുള്ള തടികളെല്ലാം നമുക്ക് ആഞ്ഞിലി മഹാഗണിയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ ഉള്ളിലെ കാഴ്ചകളുണ്ട്. വീടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഡൈനിങ്ങും ലിവിങ്ങും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നമുക്ക് ഹോൾ നൽകിയിരിക്കുന്നത്. 4x2 വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിലൊക്കെ തന്നെ അപ്പോക്സി നൽകിയിട്ടുണ്ട്. 18x14 ലിവിങ്ങിന്റെ സൈസ് വരുന്നത്. നമുക്കിനി ഇവിടെ ആയിട്ടാണ് TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ലാമിനേഷൻ ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. മുഴുവനായിട്ടും സ്റ്റോറേജ് ഒക്കെ നൽകിക്കൊണ്ടാണ് TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതിലും പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്ക് കാണാം. അതുപോലെ തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റും ഫാനും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആയിട്ടാണ് ഇവിടുത്തെ വാഷിംഗ് യൂണിറ്റ് വരുന്നത്. സെറയാണ് നമുക്ക് ബ്രാൻഡ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ടേബിൾ ടോപ്പാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ഒരുപാട് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിററും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് WPCയുടെ ഒരു പാനലിങ്ങും നൽകിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. അതും നമുക്ക് ലാമിനേഷൻ ബോർഡിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അവിടെ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയും 4x2 വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. 14x10 ഡൈനിങ്ങിന്റെ സൈസ് വരുന്നത്. നമുക്കിനി ഈ ഒരു വാളിൽ നമുക്കൊരു ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പാളിയുടെ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് സീലിംഗ് വർക്കും ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ നമുക്ക് ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് സ്വിച്ച് എല്ലാം ആങ്കറും അതുപോലെ തന്നെ MCB LCB ഒക്കെ V-ഗാർഡാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി കിച്ചന്റെ കാഴ്ചകൾ കൊണ്ടുവരാം. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ കിച്ചൺ നൽകിയിരിക്കുന്നത്. ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. കിച്ചന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ 4x2 മാറ്റ് ഫിനിഷ് ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൽ നമുക്ക് അപ്പോക്സി നൽകിയിട്ടുണ്ട്. 10x9 കിച്ചന്റെ സൈസ് വരുന്നത്. നമുക്കിവിടെ ലാമിനേഷൻ ബോർഡിലാണ് കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. കിച്ചൺ ടോപ്പ് വന്നിട്ട് നമുക്ക് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സിങ്കൊക്കെ നൽകിയിട്ടുണ്ട്. ഒരു പ്യൂരിഫയറിന്റെ ഒരു പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു വർക്ക് ഏരിയക്കുള്ള ഒരു സ്പേസ് ലഭ്യമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷിംഗ് പ്ലാറ്റ്ഫോം നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു നനകല്ല് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിണറാണ് ഇവിടുത്തെ പ്രൈമറി വാട്ടർ സോഴ്സ് ആയിട്ട് വരുന്നത്. നമുക്ക് വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് പച്ചക്കറി കൃഷിക്കൊക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ബെഡ്റൂമിലെ കാഴ്ചകൾ കണ്ടുവരാം. നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ 3 ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ വലതുവശത്തായിട്ട് ഒരു ബെഡ്റൂമും ഇടതുവശത്തായിട്ട് 2 ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 4x2 വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് ഫ്ലോറിന് നൽകിയിരിക്കുന്നത്. അതിലൊക്കെ തന്നെ അപ്പോക്സി നൽകിയിട്ടുണ്ട്. 13x11 ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. നമുക്ക് ഈ ഒരു വാളിൽ ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട്. ഈ 2 വാളിൽ നമുക്ക് 2 വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വലിയൊരു വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. ഒരു 4 പാളിയുള്ള വാർഡ്രോബാണ് നൽകിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു മേക്കപ്പ് സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂമിൽ വാഷ്റൂമിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ സെറയാണ് ഫിറ്റിംഗ്സ് നൽകിയിരിക്കുന്നത്. 2x2 ആന്റി സ്കിഡിംഗ് ടൈലാണ് ഫ്ലോറിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഹീറ്ററിന്റെ പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇതേ രീതിയിൽ വേറെ കളർ പാറ്റേണിലാണ് ഈ വീട്ടിലെ മുഴുവൻ വാഷ്റൂമുകളും നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി രണ്ടാമത്തെ ബെഡ്റൂമിലെ കാഴ്ചകൾ കണ്ടുവരാം. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ നേരെ കാണുന്ന ഈ വാളിൽ നമുക്ക് ഒരു ടെക്സ്ചർ വർക്കാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു 3 പാളി വിൻഡോയും ഈ ഒരു വാളിൽ നമുക്കൊരു 2 പാളി വിൻഡോയും നൽകിയിട്ടുണ്ട്. 4x2 വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൽ നമുക്ക് അപ്പോക്സി നൽകിയിട്ടുണ്ട്. 12x10 ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് ഒരു വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. ഒരു 4 പാളി വാർഡ്രോബാണ് നൽകിയിരിക്കുന്നത്.
ലാമിനേഷൻ ബോർഡിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു മേക്കപ്പ് സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി മൂന്നാമത്തെ ബെഡ്റൂമിലെ കാഴ്ചകൾ കണ്ടുവരാം. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയും നേരെ കാണുന്ന ഈ വോളിൽ നമുക്കൊരു ടെക്സ്ചർ വർക്കാണ് നൽകിയിരിക്കുന്നത്. അതിൽ നമുക്കൊരു 3 പാളിയുള്ള ഒരു വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് 4x2 വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതിൽ നമുക്ക് അപ്പോക്സി നൽകിയിട്ടുണ്ട്. 12x11 ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്കൊരു 3 പാളിയുള്ള ഒരു വലിയ വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു മേക്കപ്പ് സ്റ്റാൻഡ് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂമിലും നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം അവൈലബിൾ ആണ്. നമുക്കിനി റൂഫ് ടോപ്പിലെ കാഴ്ചകളുണ്ട്. റൂഫ് ടോപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് മുഴുവനായിട്ടും വാട്ടർ പ്രൂഫിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ടാങ്ക് നൽകിയിട്ടുണ്ട്. 750 ലിറ്ററിന്റെ ടാങ്കാണ് നൽകിയിരിക്കുന്നത്. അത് നമുക്ക് 3 ലെയർ ആണ് നൽകിയിരിക്കുന്നത്. വീടിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. 4.6 സെന്റിൽ 1150 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 47 ലക്ഷം രൂപയാണ്. വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനുമായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്